എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക് ദി എക്കണോമിക്സ് ഓഫ് പീസ്ഫുൾ ലൈഫ്. ഈ ചാനലിൽ ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ GDP എന്ന സബ്ജക്റ്റിനെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡീവാല്യുവേഷൻ ഓഫ് കറൻസി എന്ന വിഷയത്തെ പറ്റിയാണ്. സത്യത്തിൽ ഈ വിഷയമല്ല ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ GDP എന്ന വിഷയത്തെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോ എൻ്റെ ധാരാളം ആളുകൾ കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഡീവാല്യുവേഷൻ ഓഫ് കറൻസി എന്ന ഈ വിഷയത്തെപ്പറ്റി ഒരു ചർച്ച നന്നായിരിക്കും എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. ഈ ഡീവാല്യുവേഷൻ ഓഫ് കറൻസി എന്ന വിഷയം പണ്ട് കാലങ്ങളിലൊക്കെ ഈ എക്കണോമിക് മാഗസീൻസിലൊക്കെ അല്ലെങ്കിൽ എക്കണോമിക് പബ്ലിക്കേഷൻസിലൊക്കെ ഒതുങ്ങി നിന്ന ഒരു വിഷയമാണ്. കാരണം ഇതൊരു ടെക്നിക്കലായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പറിലൊക്കെ ധാരാളം ഡെയിലി ഇതിനെപ്പറ്റിയൊക്കെ ന്യൂസുകൾ വരാറുണ്ട്. എപ്പോഴും നമ്മൾ വായിക്കാറുള്ളതാണ് ഈ ഇന്ത്യൻ രൂപയുടെ വില തകർന്നു അല്ലെങ്കിൽ കുതിച്ചുയരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ഇനി അങ്ങോട്ടുള്ള നാളുകളിലും ഇത്തരം വാർത്തകൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഒന്നുകൂടെ നമുക്ക് ഒരു അറിവുണ്ടാവുന്നത് നന്നായിരിക്കും എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ എടുത്തിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയം ഒരു ടെക്നിക്കലായിട്ടുള്ള അതാണ് എങ്കിൽ പോലും ഞാൻ വളരെ ലളിതമായിട്ടും ഉദാഹരണങ്ങളോടുകൂടി ഇത് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക. കണ്ടിട്ട് പ്രയോജനമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പ്രയോജനകരമാവുന്നതാണ് എന്ന് തോന്നുന്ന പക്ഷം തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡീവാല്യുവേഷൻ ഓഫ് കറൻസി, ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. എന്താണ് ഡീവാല്യുവേഷൻ എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് കറൻസി ഡീവാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇതുകൊണ്ട് ഈ കറൻസി ഡീവാല്യുവേഷൻ കൊണ്ട് നമ്മുടെ എക്കണോമിയിൽ എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ഉണ്ടാകുന്നത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യമായി നമുക്ക് ഡീവാല്യുവേഷൻ ഓഫ് കറൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത് മൂല്യത്തകർച്ച എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൂല്യത്തകർച്ച എന്നാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച എന്നാണ് ഡീവാല്യുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഈ ഡീവാല്യുവേഷൻ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. Devaluation is the process by which the central bank of an economy reduces the value of a particular currency in respective of other currencies. അതായത് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അവിടുത്തെ കറൻസിയുടെ വില മറ്റ് രാജ്യങ്ങളിലെ കറൻസിയുടെ വിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഈ കറൻസി ഡീവാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇത് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഒരു മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI എന്ന് പറയും. അപ്പോൾ ഇത് RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഒരു ഭാഗമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമതായി, ഇറ്റ്സ് എ കോൺഷ്യസ് എഫേർട്സ് ബൈ RBI. ഇത് RBI ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും, എന്തുകൊണ്ടാണ് ബോധപൂർവം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ തന്നെ കറൻസിയുടെ വില കുറയ്ക്കുന്നത്? സാധാരണ കൂട്ടിക്കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ തന്നെ കറൻസിയുടെ വില നമ്മുടെ റിസർവ് ബാങ്ക് കുറയ്ക്കുന്നത് ആശ്ചര്യപ്പെടും. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് പരിശോധിക്കും. ആ കാരണങ്ങളും അങ്ങനെ വില കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് പരിശോധിക്കും. അപ്പോൾ ഇത് റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബോധപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതല്ല എന്നർത്ഥം. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ ബോധപൂർവം അല്ലാതെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ബോധപൂർവം അല്ലാതെ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ മാർക്കറ്റ് ഫോഴ്സാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഏതൊരു സാധനത്തിൻ്റെയും ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കൂടും. ഇപ്പം നമ്മൾ കർഷകരൊക്കെ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ ഹാർവെസ്റ്റിംഗ് സീസണിൽ അല്ലെങ്കിൽ അവരുടെ വിളവെടുപ്പ് സമയങ്ങളിൽ വിളവിന്
വില കിട്ടുന്നില്ല, വിളവിൻ്റെ വില കുറയുന്നു. ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ടാകുന്ന ആ ഡിമാൻഡ് സപ്ലൈ സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കാണുക. അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരികയാണ്, അപ്പോൾ കൂടുതൽ സപ്ലൈ വരികയാണ്. അപ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിമാൻഡ് അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ, പക്ഷേ സപ്ലൈ കൂടി. അപ്പോൾ സപ്ലൈ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ഈ ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് പറ്റും? വിലയും കുറയും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹാർവെസ്റ്റിംഗ് സീസണിൽ ഇതിൻ്റെ വില കുറയുകയാണ്. അതേസമയത്ത് ഓഫ് സീസൺ നോക്കണം, ഹാർവെസ്റ്റിംഗ് അല്ലാത്ത സമയങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില കൂടുകയും ചെയ്യും. കാരണം എന്താണ്? ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു. അതാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പം ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവം ബൈ മാർക്കറ്റ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതിനകത്ത് ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല. അതിനകത്ത് റിസർവ് ബാങ്കോ ആരും ഒരു അതോറിറ്റി, ഒരു മോണിറ്ററി അതോറിറ്റീസും ഇൻവോൾവ് ചെയ്യാതെ തന്നെ തന്നെത്താനെ നടക്കുന്ന കാര്യങ്ങളാണ്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറൻസിയുടെ ഡിവാലുവേഷനെ പറ്റിയാണ്, അല്ലാതെ നമ്മുടെ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പന്നത്തിനെ പറ്റിയല്ല. ഇവിടെ ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഡീവാലുവേഷൻ എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഡീവാലുവേഷനെ പറ്റി നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. ഡീവാലുവേഷൻ ഈസ് എ കോൺഷ്യസ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമാണ്. ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കറൻസിയെ പറ്റിയാണ്, അല്ലാതെ ഉൽപ്പന്നങ്ങളെ പറ്റിയല്ല. അപ്പോൾ കറൻസിയുടെ വില ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കുറയുന്നു, അല്ലെങ്കിൽ കറൻസിയുടെ ഡിമാൻഡ് കുറയുമ്പോൾ കറൻസിയുടെ വാല്യൂയും കുറയുന്നുണ്ട്. അപ്പോൾ കറൻസിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ വാല്യൂ കൂടുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ആ സിറ്റുവേഷനെയാണ് വിളിക്കുന്നത് കറൻസി ഡിപ്രീസിയേഷൻ. അതുപോലെ തന്നെ കറൻസി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാക്കുകൂടെ നമുക്ക് പരിചയപ്പെടാം. അതെന്താണ്? ഡിപ്രീസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടുന്ന അവസ്ഥയാണ്. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നതിനെ ഡിപ്രീസിയേഷൻ എന്നും, കറൻസി ഡിപ്രീസിയേഷൻ എന്നും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ വില കൂടുന്ന അവസ്ഥയെ അപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് കറൻസി ഡീവാലുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡീവാലുവേഷനെ പറ്റി നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആര്? റിസർവ് ബാങ്ക്. അപ്പം നമ്മൾ ഒരു വാക്കിനെ കൂടെ പരിചയപ്പെടാം, റീവാലുവേഷൻ എന്നുള്ളത്. കറൻസി റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡീവാലുവേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇന്ത്യൻ രൂപയുടെ വില ബോധപൂർവം കുറയ്ക്കുന്ന പ്രവൃത്തിയെ കറൻസി ഡീവാലുവേഷൻ എന്നും, ബോധപൂർവം ഇന്ത്യ രൂപയുടെ വില കൂട്ടുന്ന പ്രവൃത്തിയെ കറൻസി റീവാലുവേഷൻ എന്നും പറയുന്നു. അപ്പം നമ്മൾ ഇവിടെ 4 വാക്കുകൾ ഇപ്പോൾ പരിചയപ്പെട്ടു. ഒന്ന് കറൻസി ഡിപ്രീസിയേഷൻ ആൻഡ് കറൻസി അപ്രീസിയേഷൻ. ഈ രണ്ടും ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളാണ് ബൈ മാർക്കറ്റ് ഫോഴ്സ്. രണ്ടാമത്തേത് കറൻസി ഡീവാലുവേഷൻ ആൻഡ് കറൻസി റീവാലുവേഷൻ എന്ന്, രണ്ടും ബോധപൂർവം ചെയ്യുന്നതാണ്. ഡീവാലുവേഷൻ ഇന്ത്യൻ രൂപയുടെ വില കുറയ്ക്കുന്നതും റീവാലുവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ വില കൂട്ടുന്നതും. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ, എന്തിനാണ് ഈ അറിഞ്ഞുകൊണ്ട് അല്ലെ ബോധപൂർവം ഇന്ത്യൻ രൂപയുടെ വില റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറയ്ക്കുന്നത് എന്നുള്ള അതിൻ്റെ കാരണങ്ങൾ, അത് കോസസ് ഓഫ് ഡീവാലുവേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് കോമ്പറ്റിറ്റീവ്നെസ് എന്നാണ്. അതായത് ഇന്ത്യൻ രൂപയുടെ മത്സരശേഷി ഇല്ലാതാകുക അല്ലെങ്കിൽ കുറയുക. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ ഡീവാലുവേഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് ഇന്ത്യൻ രൂപയുടെ മത്സരശേഷി കുറയ്ക്കുക എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻ രൂപയുടെ വില കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവ് കൂടുന്നു. ചെലവ് കൂടുമ്പോൾ നമ്മുടെ സാധനങ്ങളുടെ വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടിയ വിലയ്ക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇതേ സാധനം പ്രൊഡക്റ്റുകൾ വില കുറച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് കമ്പാരിറ്റീവ്ലി ഡിമാൻഡ് കുറയും. കാരണം വില കൂടുതലാണ്. വില കൂടുതലാവാൻ കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ മത്സരശേഷി നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മത്സരശേഷി നമുക്ക് നഷ്ടപ്പെടുകയാണ്. ചൈനയുടെ കേസ് എടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് കറൻസി ഡീവാലുവേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. എന്തിനാണത്? അവരുടെ സാധനം വില കുറച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി. വില കുറച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ സാധനങ്ങൾക്ക് ലോകവ്യാപകമായിട്ട് നല്ല ഡിമാൻഡ് ഉണ്ടാവും. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യയിലേക്കും മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയാണ്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില മറ്റ് രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ വിലയെക്കാട്ടിൽ വളരെ ചീപ്പാണ്.
എന്താണ് ചീപ്പാവാൻ കാരണം? അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കറൻസി ഡിവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോഴേ നമ്മൾ പലപ്പോഴും തല പുകഞ്ഞ് ആലോചിക്കും, എങ്ങനെയാണ് ചൈനയ്ക്ക് മാത്രം ഈ ലോകത്ത് ഇത്രമാത്രം സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കാൻ പറ്റുന്നതെന്ന്. അത് പ്രൈസിലാണ്. അവരുടെ പ്രൈസിങ് വളരെ കുറവാണ്. എങ്ങനെയാണ് അവർക്ക് മാത്രം ഇത്ര പ്രൈസ് കുറയ്ക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു. അത് വേറെ ഒന്നുമല്ല, അവരുടെ കറൻസി ഡീവാലുവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കേസിൽ അങ്ങനെ ചുമ്മാതെ ഡീവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് തീരുമാനിച്ച് അങ്ങനെ വില കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ ചൈനയിലെ സ്ഥിതി അതല്ല. അവരെന്താഗ്രഹിക്കുന്നോ അത് അവർക്ക് അപ്പോൾ തന്നെ നടപ്പാക്കാൻ പറ്റും. ആരുടെ അനുവാദം വേണ്ട. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചുറ്റുപാടാണ് അവർക്കുള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കുറഞ്ഞ് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്താൻ പറ്റും. അവിടെയാണ് ഇന്ത്യക്ക് ചൈനയുടെ പിന്നിൽ സ്ഥാനം പിടിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ വില കൂടുതലാണ്. ആ വില കൂടുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ കറൻസിയുടെ വില കൂടുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഫിനിഷ് ഗുഡ്സിൻ്റെ വിലയും കൂടുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് കിടപിടിക്കാൻ പറ്റാത്തത്. അവിടെയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഇന്ത്യൻ രൂപയുടെ വില കുറയ്ക്കുന്നത്. അതാണ് ഒരു കാരണം. അതായത് മത്സരശേഷി കുറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ബോധപൂർവം ചെയ്യുന്ന പ്രോസസ്സാണ് കറൻസി ഡീവാലുവേഷൻ. അപ്പം ഇനിയും രണ്ടാമതായിട്ടുള്ള ഒരു കാരണം ഇൻക്രീസ് ഇൻ CAD. എന്താണ് ഇൻക്രീസ് ഇൻ CAD എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നുള്ളത് നമ്മൾ പിന്നീടൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അറിയേണ്ടത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കച്ചവടം നടക്കുമ്പോൾ, അതൊരു ഉദാഹരണം പറയാം. നമ്മൾ അമേരിക്കയിൽ നിന്ന് 1,00,000 രൂപയുടെ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയിലേക്ക് ഒരു 25,000 രൂപയുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ അമേരിക്ക നമുക്ക് 25,000 രൂപ തരണം, നമ്മൾ അമേരിക്കയ്ക്ക് 1,00,000 രൂപ കൊടുക്കണം. അപ്പോൾ നെറ്റ് നമ്മൾ 75,000 രൂപ അമേരിക്കയ്ക്ക് കൊടുക്കണം. അതായത് 1,00,000 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 75,000 രൂപ. കഴിഞ്ഞ വീഡിയോയിൽ GDP എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിനെ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയും, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. അത് അപ്പോൾ ഒരു രാജ്യം എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വലുതാകുന്നു. അതായത് അവർക്ക് പുറം രാജ്യത്തേക്ക് കൊടുക്കേണ്ട രൂപയുടെ ബാധ്യത കൂടുന്നു. അപ്പം നമ്മൾ പുറം രാജ്യങ്ങളോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. അതേസമയത്ത് നമ്മുടെ എക്സ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ വിദേശ കറൻസി നമ്മുടെ കയ്യിൽ വരുന്നു. നമ്മൾ കൂടുതൽ കറൻസി വൈസ് അല്ലെങ്കിൽ സാമ്പത്തികമായി ഒന്നുകൂടെ ശക്തി പ്രാപിക്കുന്നു. അപ്പം എക്സ്പോർട്ട് കൂട്ടാനാണ് ഏത് രാജ്യവും ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ട് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഓയിൽ. അതായത് ഓയിലിൻ്റെ വില കൂടുക. ഇന്ത്യയെപ്പോലുള്ള രാജ്യം ക്രൂഡ് ഓയിലിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അതിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ട എമൗണ്ട് കൂടും. അതായത് മുമ്പേ പറഞ്ഞ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് കൂടും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഗുഡ്സും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാ സാധനങ്ങളുടെ വിലയും ബാധിക്കും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നു. അവിടെ ചിലപ്പോൾ സംശയമുണ്ട്, എന്താണ് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നത് എന്നുള്ളത്. ഒരൊറ്റ വാക്കിൽ നമുക്കതിനെ ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. അതായത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നു. അതായത് കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ പുറം രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടി വരുന്നു. ഇത് നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും ഒക്കെ പിന്നെ ഓയിൽ ഇറക്കുമതി ചെയ്തു എന്നിരിക്കട്ടെ. ഈ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് US ഡോളറിലാണ്. അതായത് US ഡോളറാണ് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് നമ്മളിന്ന് കരുതുന്നത്. അപ്പം US ഡോളറിലേക്ക് നമ്മൾ ഇത്രമാത്രം പേയ്മെൻറ്റ് നടത്തുമ്പോൾ US ഡോളർ നമ്മൾ വാങ്ങണം. എവിടുന്ന്? ഫോറക്സ് മാർക്കറ്റിൽ നിന്ന്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ അത്രയും മാത്രം US ഡോളർ വാങ്ങുമ്പോൾ അപ്പോൾ US ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ
അതിൻ്റെ പ്രൈസ് കൂടുന്നു. അപ്പോൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ $US കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടേണ്ടതായിട്ട് വരുമ്പോൾ $US വില കൂടുന്നു. അപ്പോൾ കൂടുതൽ രൂപ, ഇന്ത്യൻ രൂപ കൊടുത്ത് വേണം നമ്മൾ ഈ $US വാങ്ങാൻ. അപ്പോഴാണ് ഇന്ത്യൻ രൂപയുടെ വില തകരുന്നത്. അതായത് $US വില കൂടുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില തകരുന്നു. അങ്ങനെയാണ് ഓയിലിൻ്റെ പ്രൈസിനെ ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഡയറക്റ്റ് ബാധിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഒരു കാരണം ഓയിൽ പ്രൈസ് കൂടുന്നതാണ്. ഈ ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് സൈക്കിളാണ്. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അത് നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി പറയാം. അതായത് ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ രൂപയുടെ വില കുറയുക എന്നുള്ളതാണ്. ഇന്ത്യൻ രൂപയുടെ വില കുറയുമ്പോൾ സാധനങ്ങളുടെ വില ഉയരുന്നു. വില കുറയുമ്പോൾ കൂടുതൽ കറൻസി കൊടുത്തെങ്കിൽ മാത്രമേ സാധനങ്ങൾ കിട്ടുകയുള്ളൂ. സാധനത്തിൻ്റെ വില കൂടുന്നു. കാരണം വിലയില്ലല്ലോ. രൂപയ്ക്ക് വില കുറയുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും. കാരണം കൂടുതൽ രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. അതായത് ഈ സാധനങ്ങൾ, അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസിൻ്റെ വില കൂടുതലല്ലേ? കൂടുമ്പോൾ ആ സാധനം ഉൽപ്പാദിക്കപ്പെടുന്ന സാധനത്തിൻ്റെ വില കൂടുമ്പോൾ എന്തുണ്ടാകുന്നു? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിലക്കയറ്റം. അപ്പോൾ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്നു? രൂപയുടെ വില കുറയുന്നു. വീണ്ടും ഡീവാല്യുവേഷനിലേക്ക് വന്നു. ഡീവാല്യുവേഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും സാധനങ്ങളുടെ വില, ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഈ സർക്കിൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെ ഒരു ഡീവാല്യുവേഷൻ ഈസ് എ സ്പൈറൽ എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും കാരണങ്ങൾ, കോസസ് ഓഫ് ഡീവാല്യുവേഷൻ. അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ? ലാക്ക് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ്, അതായത് ഇന്ത്യൻ ഗുഡ്സിൻ്റെ മത്സരശേഷി നഷ്ടപ്പെടുന്നു. രണ്ടാമതായിട്ട് ഇൻക്രീസ് ഇൻ CAD ഓർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് കൂടുതൽ ഇമ്പോർട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാശ് വിദേശ രാജ്യങ്ങളുമായിട്ട് കടപ്പെട്ടിരിക്കുന്ന കൂടുതൽ $US നമ്മൾ വാങ്ങി കൂട്ടേണ്ടി വരുന്നു. അപ്പം ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാധനങ്ങളുടെ വില കൂടുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇമ്പാക്റ്റ് ഓഫ് ഡീവാല്യുവേഷൻ ഇൻ ഇന്ത്യൻ എക്കോണമി, അതായത് എന്ത് ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ എന്ത് പ്രത്യാഘാതമാണ് ഈ രൂപയുടെ വില കുറയ്ക്കുന്നതിൽ കൂടി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാകുന്നതെന്നുള്ളത് പരിശോധിക്കാം. ഒന്നായിട്ട് ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് മീൻസ് ആൻ ഇൻഫ്ലേഷണറി ടെൻഡൻസി ഇൻ ദി ഇക്കോണമി. അതായത് നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്കതിനെ ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടാകുന്നതെന്ന്. ഡീവാല്യുവേഷന് മുൻപ് $1 വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ 60 ഇന്ത്യൻ രൂപ കൊടുക്കണമെന്ന് സങ്കല്പിക്കുക. ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഡീവാല്യുവേഷന് ശേഷം നമ്മൾ $1 വാങ്ങണമെങ്കിൽ 70 രൂപ ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു. ഇത് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ ഇന്ത്യൻ രൂപ മുടക്കേണ്ടി വരുന്നുണ്ട് $1 കിട്ടുന്നതിന് വേണ്ടി. ഇനി നമ്മൾ 2 സിനോറിയോ എടുക്കാം. ഒന്ന് എക്സ്പോർട്ടർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇനി അതുപോലെ ഇമ്പോർട്ടർക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഡീവാല്യുവേഷന് മുമ്പ് ഒരു എക്സ്പോർട്ടർ $1000 തുല്യമായിട്ടുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് 60 രൂപ വെച്ച് $1000 × 60 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര കിട്ടുമായിരുന്നു? 60,000 രൂപ കിട്ടുമായിരുന്നു എക്സ്പോർട്ടിലൂടെ. അപ്പം ഡീവാല്യുവേഷന് ശേഷമോ $1 70 രൂപ കിട്ടും. അപ്പം 1000 × 70 എന്ന് 70,000 രൂപ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവും. അപ്പോൾ എക്സ്പോർട്ടർക്ക് ഗുണമാണോ ദോഷമാണോ? എക്സ്പോർട്ടർക്ക് ഗുണമാണ്. ഈ വില കുറയുന്നത്, ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നത് എക്സ്പോർട്ടർക്ക് ഗുണമാണ്. ഇമ്പോർട്ടർ ഇതുപോലെ തന്നെ ഡീവാല്യുവേഷന് മുമ്പായി $1000 തുല്യമായിട്ടുള്ള സാധനം പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എത്ര രൂപ അങ്ങോട്ട് കൊടുക്കണം? 1000 × 60 60,000 രൂപ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഡീവാല്യുവേഷന് ശേഷം ഈ $1000 തുല്യമായിട്ടുള്ള സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ എത്ര രൂപ ഇപ്പോൾ കൊടുക്കണം? 1000 × 70 70,000 രൂപ കൊടുക്കണം. അപ്പോൾ 10,000 രൂപ അദ്ദേഹത്തിന് എക്സസ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. എന്തിന്? സെയിം സാധനം ഇറക്കുന്നതിന്. അപ്പം ഈ ഡീവാല്യുവേഷൻ കൊണ്ട് ആർക്കാണ് ഗുണം? എക്സ്പോർട്ടർക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടർക്ക് അത് ദോഷവുമാണ്. അപ്പോൾ ഒരു രാജ്യം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇമ്പോർട്ട് കുറയ്ക്കുക, എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഡെവലപ്പിംഗ് നേഷൻസ്, ഇന്ത്യയെ പോലുള്ള ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്
എക്സ്പോർട്ട് സീറോ ആക്കാൻ പറ്റില്ല, എക്സ്പോർട്ട് കുറയ്ക്കാൻ പറ്റില്ല. കാരണം പല ഡെവലപ്മെൻറ്റ്സിനും പുറത്തു നിന്നുള്ള ഗുഡ്സിനെ നമ്മൾ പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഇറക്കുമതി ചെയ്തേ പറ്റൂ. പക്ഷേ അൺനെസസറി ആയിട്ടുള്ള എവിടെയൊക്കെ നമുക്ക് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യാമോ അവിടെ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇമ്പോർട്ടിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അത്രമാത്രം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ പുറത്തോട്ട് കൊടുക്കാനുള്ള രൂപയുടെ ബാധ്യത കുറഞ്ഞിരിക്കും. അതാണ് ഒരു രാജ്യം എപ്പോഴും നോക്കുന്നത്. പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, NRIs, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ നമുക്കറിയാം, അവർക്കൊക്കെ ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്താണ്, ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു എന്ന് പറയുന്നത് സത്യത്തിൽ പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യമാണെങ്കിലും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആഹ്ലാദത്തോടു കൂടി എക്സ്ചേഞ്ച് സെൻറ്ററിലേക്ക് കുതിക്കുകയാണ്. എങ്ങനെങ്കിലും ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ രൂപയിലാക്കി ഇങ്ങോട്ട് അയക്കാമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു സാലറി ഇൻക്രിമെൻറ്റ് കിട്ടിയതിന് തുല്യമാണ് അത്. കാരണം നമ്മൾ അറിയാതെ ഇരുന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫോറിൻ കറൻസി കൊടുത്താൽ ഇന്ന് കൂടുതൽ ഇന്ത്യൻ രൂപ കിട്ടും. അതാണ്. അപ്പോൾ അതേസമയത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നത് ദോഷകരമാണ്. കാരണം സാധനങ്ങളുടെ വില കൂടുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, കൂടുതൽ വില സാധനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഡീവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേഷണറി ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാകും, വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ വിലക്കയറ്റം ആർക്ക് ഗുണകരമാണ്? എക്സ്പോർട്ടർക്ക് ഗുണകരമാണ്, അതേസമയം ഇമ്പോർട്ടർക്ക് ദോഷകരമാണ്. പക്ഷേ എക്സ്പോർട്ടർക്ക് ഷോർട്ട് റണ്ണിൽ മാത്രമേ അത് ഗുണകരമാകുന്നുള്ളൂ, പക്ഷേ ലോങ് റണ്ണിൽ അത് എക്കോണമിക്ക് ദോഷമാണ്. അതെന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇമ്പാക്റ്റ്, നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് എക്സ്പോർട്ടേഴ്സ് വിൽ കം ഡൗൺ എന്നുള്ളതാണ്. അതായത് ഈ എക്സ്പോർട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടർ ഗുഡ്സിൻ്റെ ആ കോമ്പറ്റിറ്റീവ്നെസ്, അതായത് നിലവാരം കുറയും എന്നുള്ളത് ദോഷകരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്നത്. എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എക്സ്പോർട്ടർ പരമാവധി എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും ഈ സമയം കൊണ്ട്. കാരണം ഇതെന്നും മറ്റും ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വിലക്കയറ്റം എന്നും മറ്റും ഉണ്ടാവില്ല, ഇന്ത്യൻ രൂപയുടെ വില ഇടിച്ചിൽ എന്നും മറ്റും നിലനിൽക്കത്തില്ല. അപ്പോൾ വില ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് പരമാവധി എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ കാശ്, മുമ്പേ പറഞ്ഞ പോലെ 60,000 കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവർക്ക് 70,000 കിട്ടും. അപ്പോൾ അങ്ങനെ ഓവർനൈറ്റ് കൊണ്ട് ലക്ഷങ്ങൾ വില കുറഞ്ഞതിൻ്റെ പേരിൽ, അല്ല കൂടുതൽ ഗുഡ്സ് അയച്ച് ഈ കച്ചവടം കൂട്ടി കാശ് സമ്പാദിക്കാനല്ല ഇവിടെ നടക്കുന്നത്. ഈ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞ ആ അവസരം നോക്കി പരമാവധി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനെ പരമാവധി കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയാം, ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇൻഫ്ലേഷൻ ഉണ്ടായ സമയത്ത് ഓവർനൈറ്റ് കൊണ്ട് കോടീശ്വരന്മാരായിട്ടുള്ള എക്സ്പോർട്ടേഴ്സിനെ നമുക്കറിയാം. കാരണം അവരുടെ ബില്ല് മാറിയിട്ടില്ല, എക്സ്പോർട്ടഡ് ബില്ല് മാറിയിട്ടില്ല. മാറുന്നതിൻ്റെ ആ ഇടയിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടായപ്പോൾ അവർക്ക് ഈ 60,000 രൂപ കിട്ടുന്നിടത്ത് 70,000, അതുപോലെ ലക്ഷങ്ങളാണ്, കോടികളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ചരിത്രങ്ങൾ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പോർട്ടേഴ്സ് എന്ത് വിധേനയും പരമാവധി സാധനങ്ങൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ വില കുറഞ്ഞ സാധനങ്ങളും, അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും ഇവരങ്ങ് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ വിദേശങ്ങളിലേക്ക് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ പോകാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, വില കയറ്റം ഉണ്ടാകുന്ന സമയത്ത് സാധനങ്ങളുടെ ക്വാളിറ്റി കുറയും. കാരണം ഏത് വിധേനയും അവർ സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ച് പരമാവധി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെയാണ് എക്സ്പോർട്ടേഴ്സ് ശ്രമിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റിറ്റീവ്നെസ്, മത്സരശേഷി കുറയും. കാരണം നമ്മുടെ സാധനത്തിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അങ്ങനെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങളെ വിദേശികൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഉൽപ്പന്നത്തിന് ചിലപ്പോൾ ബ്ലാക്ക് മാർക്ക് വീഴാനും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ അത് തിരിച്ചയക്കാനും അങ്ങനെ നമുക്ക് നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇമേജ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഇന്ത്യയുടെ ഇമേജ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടേഴ്സ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന്, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങി എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോക്കൽ മാർക്കറ്റിലെ സാധനങ്ങളുടെ ദൗർലഭ്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ പല ഗ്രേഡുണ്ട്. അത് വലിയ ചെമ്മീനുണ്ട്, സ്വർണ്ണ നിറത്തിലൊക്കെ ഉള്ള ചെമ്മീൻ അവിടെ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ത്യയിലെ മാർക്കറ്റിൽ അത് കിട്ടില്ല. കാരണം ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അയക്കും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നു. അതേസമയം നമ്മൾ ഈ രാജ്യത്താണെങ്കിൽ ക്വാളിറ്റി കൂടിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നില്ല. ലോക്കൽ ഡിമാൻഡ് കൂടുന്നു. എക്സ്പോർട്ടേഴ്സ് എല്ലാം വിദേശത്തേക്ക് അയക്കുമ്പോൾ ലോക്കൽ മാർക്കറ്റിൽ ഇതിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്നു. ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും, അപ്പോൾ പ്രൈസ് കൂടും.
അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നു. അപ്പോൾ ഇൻഫ്ലേഷണറി അതും ഒരു ലോക്കൽ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടാക്കി ഒരു ആർട്ടിഫിഷ്യൽ ഇൻഫ്ലേഷണറി ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ഈ ഡിവാല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇന്ത്യൻ എക്കോണമി ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് കോൺഫിഡൻസ് എമംഗ് ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. അതായത് വിദേശ രാജ്യങ്ങളിലും നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സ്, ഇവർക്ക് ഇന്ത്യൻ എക്കോണമിയിലുള്ള കോൺഫിഡൻസ് കുറയുന്നുണ്ട്. എന്താണ് കാരണം? ഇന്ത്യൻ രൂപയുടെ വില ഇങ്ങനെ ചാഞ്ചാടുകയാണ്. ഇന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ വില ഇതുപോലെ തകർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാകും. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ഇന്ത്യൻ രൂപ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇനി ഇത് റിവേഴ്സാണ്. അവർ US ഡോളറിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ എമൗണ്ട്, ആ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന ആ എമൗണ്ട് തിരിച്ച് പോകുമ്പോൾ കൂടുതൽ ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരുന്നു. അതായത് ഇന്ത്യൻ രൂപയിലാണല്ലോ ഇവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില തകർന്നു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ചെയ്യാതെ തിരിച്ചു പോകും. അതെന്താണ് കാരണം? ഇന്ത്യയിലുള്ള ആ ഇക്കോണമി എപ്പോഴും ചാഞ്ചാട്ടമാണ്. പ്രൈസിന് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അത് വലിയൊരു ദോഷമാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ലേ വരുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ നമ്മുടെ GDP, ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ GDP അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നു. ഉൽപ്പാദനക്ഷമത കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒത്തിരി ഫാക്ടറികൾ ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നു. ഷട്ട് ഡൗൺ ചെയ്യപ്പെടുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. ഒത്തിരി സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അവർ ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു. ജോലി നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? അവരുടെ വരുമാനം കുറയുന്നു. വരുമാനം കുറയുമ്പോൾ അവരുടെ ചെലവ് താങ്ങാൻ പറ്റാതെ വരികയും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കുറയും. അപ്പോൾ GDP കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? GDP കുറയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻഫ്രാസ്ട്രക്ചറിലും ടെക്നോളജിയിലും ഒക്കെ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ അത്രമാത്രം ബിസിനസ് കുറയുന്നു. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, ഷട്ട് ഡൗൺ ഉണ്ടാകുന്നു, എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, അവരുടെ ഇൻകം കുറയുന്നു. ഇൻകം കുറയുമ്പോൾ അവർക്ക് കോസ്റ്റ് താങ്ങാൻ പറ്റാതെ വരുന്നു. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ അത് ബാധിക്കുന്നു. അത് അത്ര ഇമ്പാക്റ്റ് ഈ നമ്മുടെ ഇക്കോണമിയിൽ സംഭവിക്കുന്നുണ്ട്. നാലാമതായിട്ടുള്ള ഇമ്പാക്റ്റ്, ഇറ്റ് വിൽ റെഡ്യൂസ് ദി പർച്ചേസിങ് പവർ എന്നുള്ളതാണ്. വ്യക്തികളുടെ പർച്ചേസിങ് പവറിനെ ഇത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള എക്സാമ്പിളാണ്. സാധനങ്ങളുടെ വില കയറുമ്പോൾ ജനങ്ങളുടെ പർച്ചേസിങ് പവർ കുറയുന്നു. അതൊരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഡീവാലുവേഷന് മുൻപായിട്ട് 1 കിലോ അരി നമ്മൾ വാങ്ങണമെങ്കിൽ 40 രൂപ കൊടുക്കണം എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഡീവാലുവേഷന് ശേഷം അതായത് പ്രൈസ് കൂടുമ്പോൾ നമ്മൾ 1 കിലോ അരിക്ക് 50 രൂപ കൊടുക്കണം ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ. അതായത് 1000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് 40 രൂപ വെച്ച് 25 കിലോ അരി വാങ്ങാമായിരുന്നു ഈ ഡീവാലുവേഷന് മുൻപായിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായതിന് ശേഷം ഇന്ന് വില കയറി 50 രൂപ ആയപ്പോൾ ഈ 1000 രൂപയുടെ വരുമാനം 1000 തന്നെ നിൽക്കുകയാണ്. വരുമാനത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് 20 കിലോ അരി മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് 1000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 20 കിലോ അരി മാത്രമേ കിട്ടൂ. അപ്പോൾ 25 കിലോ അരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന് ഇന്ന് 20 കിലോ അരി മാത്രമേ വാങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ആളുടെ പർച്ചേസിങ് പവർ കുറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അതായത് നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആളുകൾ ഇന്ന് പുറത്ത് പോയി ചിക്കൻ ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കാമെന്ന് കുട്ടികളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പോകുമായിരുന്നുവെങ്കിൽ ഈ വിലക്കയറ്റത്തിന് ശേഷം നമ്മുടെ കയ്യിൽ കാശ് കുറവാണ്, അല്ലെങ്കിൽ സാധനത്തിൻ്റെ വില കൂടുതലാണ്, അതുകൊണ്ട് ഇനി തൊട്ട് ആഴ്ചയിൽ പോകേണ്ട, നമുക്ക് മാസത്തിലൊരിക്കൽ പോകാം എന്നായി അത് ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നത്. അതിനെ നമ്മൾ നമ്മുടെ ടൈം ടേബിളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ട്. പാവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോറ് മാറ്റി കഞ്ഞികുടിയാക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ തീർച്ചയായിട്ടും ബാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ദോഷവശം. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, ഇറ്റ് വിൽ അഫക്റ്റ് ദി എക്കണോമിക് ഗ്രോത്ത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ഇത് ബാധിക്കും. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതിൽ നിന്നൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നേ. വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, GDPയെ ബാധിക്കുന്നു, ഷട്ട് ഡൗൺ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു,
ഫാക്ടറികൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രോത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഡീവാലുവേഷൻ ഒരു കുറഞ്ഞ കാലത്തേക്ക് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ബെനിഫിറ്റ് തന്നെയാണ്. എന്താണ്? ചൈനയുടെ കാര്യം മുമ്പേ പറഞ്ഞ പോലെ തന്നെ കറൻസിയുടെ വില കുറയുന്നതുകൊണ്ട് എക്സ്പോർട്ട് കൂടുന്നു, കൂടുതൽ ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിലേക്ക് വന്ന് കൂടുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോറിൻ കറൻസി വരിക എന്ന് പറയുമ്പോൾ ലോങ് റണ്ണിൽ അത് ഗുണമാണ്. കാരണം എക്കണോമിക് ഗ്രോത്തിനെ അത് വളരെ ഫേവറബിളായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എത്ര ഫോറിൻ കറൻസി ഉണ്ടോ, എത്ര ഫോറിൻ കറൻസിയുടെ ശേഖരമുണ്ടോ അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഇക്കോണമി. കാരണം നമ്മൾ ഇനിയും കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്താൽ പോലും നമ്മുടെ സാമ്പത്തിക നിലയെ ബാധിക്കില്ല. കാരണം അത്രമാത്രം പുറത്തുനിന്ന് US ഡോളർ വാങ്ങേണ്ടി വരുന്നില്ല. നമ്മുടെ കയ്യിൽ ആൾറെഡി US ഡോളർ ഉണ്ട്. കൂടുതൽ ഇന്ത്യൻ രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോഴാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നത്. പക്ഷേ ഈ ഫോറിൻ കറൻസിയുടെ ശേഖരം നമ്മളിലേക്ക് ആവശ്യം പോലെ ഉണ്ട്. അതെങ്ങനെ വന്നു? നമ്മൾ എക്സ്പോർട്ടിനെ എങ്ങനെ കൂട്ടി? നമ്മുടെ ഒരു ടെമ്പററി ആയിട്ട് ഷോർട്ട് ടൈമിലൊരു ഡീവാലുവേഷൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും ഫോറിൻ കറൻസി ശേഖരമുണ്ടായത്. മുമ്പേ പറഞ്ഞ പോലെ ചൈനയൊക്കെ ഈ കാര്യമാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ആർ ദി റീസൺസ് വൈ ദി RBI അഡോപ്റ്റ് ഡീവാലുവേഷൻ? അതായത് എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു പ്രോസസ്സിന് തുനിയുന്നത്? എന്തിനാണ് ഈ ഡീവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. മുമ്പേ നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയും, നമ്മൾ അതിശയിച്ചു പോയി എന്തിനാണ് ഒരു രാജ്യത്തിൻ്റെ റിസർവ് ബാങ്ക് അറിഞ്ഞുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ കറൻസിയുടെ വില കുറയ്ക്കുന്നതെന്ന്. അതിപ്പം ഏതാണ്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നതെന്ന്. അത് നമുക്ക് പരിശോധിക്കുകയാണ് ഇവിടെ. ഒന്നായിട്ട് അവർ പറയുന്നത് ടു കൺട്രോൾ ദി എക്സസ് ഇമ്പോർട്ട്. ഈ അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡീവാലുവേഷൻ നടത്തുന്നതെന്നാണ്. അതായത് മുമ്പേ ഞാൻ പറഞ്ഞു, എത്രമാത്രം ഇമ്പോർട്ട് കൂടുന്നു അത്രമാത്രം ബാധ്യത പുറം രാജ്യങ്ങളിലേക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യത നമുക്കുണ്ടാകുന്നു. അപ്പോൾ അത്രമാത്രം ഡോളർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അപ്പം ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ഡീവാലുവേഷൻ ചെയ്യുന്നത്. പക്ഷേ അതേസമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തെ പോലുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഇമ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒഴിവാക്കാവുന്ന ഇമ്പോർട്ടുകളൊക്കെ ഒഴിവാക്കാം. അതേതാണ് പ്രധാനമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഇമ്പോർട്ട് ഓഫ് ഗോൾഡ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ ഗോൾഡ് ഇമ്പോർട്ടറാണ്. ആക്ച്വലി ഈ ഗോൾഡ് നമ്മുടെ പുരോഗതിക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. കാരണം ഗോൾഡ് കൊണ്ട് നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗോൾഡിൻ്റെ ഇമ്പോർട്ടിനെ കൺട്രോൾ ചെയ്യാം. രണ്ടാമതായി ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഇന്ത്യൻ ഗുഡ്സിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ ഡീവാലുവേഷൻ നടത്താറുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ $1000 തുല്യമായിട്ടുള്ള സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഡീവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് 70,000 കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുവരാനും ചൈനയെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് കൂട്ടാനും പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ വേണം എന്ന് റിസർവ് ബാങ്കിന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് റിസർവ് ബാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ ഈ ഡീവാലുവേഷൻ സമയത്ത് ഈ എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്ന പോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഡീവാലുവേഷൻ സഹായിക്കുന്നുണ്ട്. അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ $1000 കൊടുത്താൽ 60,000 രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നിടത്ത് ഇന്ന് 70,000 രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ ടൂറിസം ചീപ്പായി മാറുമ്പോൾ അത്തരം രാജ്യങ്ങളിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരുമാനം കൂടുകയും നമ്മുടെ ഇൻകം അതുവഴി കൂടുകയും നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അത് ഡീവാലുവേഷൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം. ഡീവാലുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അതിൽ കൂടി അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കണ്ടമാനം കൂട്ടാൻ പറ്റുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡീവാലുവേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചില ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് കൂടെ ഉണ്ട്. അതെന്താണെന്നുകൂടെ പരിശോധിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്? ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ എന്നാണ് പറയുന്നത്. ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ഇൻഫ്ലോ, അതായത് രാജ്യത്തേക്ക് വരുന്ന പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്
കൂട്ടുക എന്നുള്ളതാണ്. അത് മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇന്ത്യൻ രൂപ കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് FDI ആൻഡ് FII എന്ന് പറയുന്നത്, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഈ സബ്ജക്റ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഡീവാലുവേഷൻ എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് അതിനെ ചുരുക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നവരാണ്. അതായത് ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ കമ്പനികളിൽ അവർ ഡയറക്റ്റ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ റോഡ് പ്രോജക്ട്സ് അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റേഴ്സിനാണ് FDIs എന്ന് പറയുന്നത്. അവർ പൊതുവേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സാണ്. അതായത് ഇന്നിട്ട് നാളെ തിരിച്ചു കൊണ്ടുപോകുന്നവരല്ല എന്നർത്ഥം. അതേസമയം FIIs എന്ന് പറയുന്നത്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അതായത് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നാളെ വേണമെങ്കിൽ അവർ തിരിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സാണ്. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഒരു ലോങ് ടൈമിൽ. കാരണം ഏത് സമയത്തും അത് അവരുടെ കാശ് അവർ വലിച്ചുകൊണ്ട് പോകും. പക്ഷേ FDIs എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സാണ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് FDIസിനെ കൂടുതൽ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി RBI ഇങ്ങനെ ഈ പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് റെഡ്യൂസ് ഇമ്പോർട്ട്സ് ടു ദി കൺട്രി എന്നാണ്. അതായത് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്സ് റെഡ്യൂസ് ചെയ്യുക. അതായത് സീറോ ആക്കാൻ പറ്റില്ല എന്ന് നേരെ നമുക്ക് ഇമ്പോർട്ട്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ കഴിയുന്നതും കുറയ്ക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്? ഗോൾഡ് ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റും, കാരണം അതൊരു പ്രൊഡക്റ്റീവ് ഐറ്റം അല്ലാത്തതുകൊണ്ട്. മൂന്നാമതായിട്ട് ടു റെഡ്യൂസ് ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് കൂടി ഇതിനെ ഗവൺമെൻറ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ RBI ഉപയോഗിക്കാറുണ്ട് ആസ് എ മോണിറ്ററി പോളിസി. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെ വില കയറുകയാണ്. അതായത് ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലേഷൻ ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ലോങ് ടേമിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫോറിൻ കറൻസി റിസർവ് കൂടുകയും അതിൽ കൂടി ഇന്ത്യൻ കറൻസി സ്ട്രോങ് ആകുകയും ചെയ്യുന്നു. അപ്പം ഇൻഫ്ലേഷൻ ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വേണ്ടുവോളം US ഡോളർ ശേഖരമുണ്ട്. ഉണ്ടാകുന്നിടത്തോളം നമ്മൾ എത്ര കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെയെല്ലാം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനെയെല്ലാം നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ശേഖരം നമ്മുടെ ഉള്ളിടത്തോളം ഇക്കോണമി സ്ട്രോങ് ആകുകയും ഇൻഫ്ലേഷണറി ടെൻഡൻസി കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ ഒരു ഡീവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീവാലുവേഷൻ എന്താണ്, ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടു, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ലോങ് ടൈമിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. കറൻസി ഡീവാലുവേഷനെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്കൊന്നുകൂടെ ബെറ്ററായി ഇപ്പം ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.